ഒന്ന് ഗതിമാറ്റി സഞ്ചരിപ്പിച്ചാൽ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയോ? കാരണം 85% 100 പേരങ്ങ് നിരത്തി നിർത്തിയാൽ 85 പേര് ഹിന്ദുക്കളാ. ചോരയും നീരുമുള്ള ഹിന്ദു യുവാക്കൾ അതിനകത്തുണ്ട്. നല്ല നെഞ്ചിവിരിവ്, 40 ഇഞ്ച് നെഞ്ചിവിരിവുള്ള, 6 പാക്കുള്ള, കയ്യിൽ നല്ല മസിലുകളുള്ള, കാണാൻ നല്ല ചന്തമുള്ള ഹിന്ദു യുവാക്കളെ തെരുവീതികളിലേക്ക് അങ്ങ് കയറഴിച്ചു വിട്ടാൽ തട്ടത്തിൻ മറയത്തിരിക്കുന്ന ബിവിമാരെന്നും കെട്ടുവാൻ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടാത്ത കാലം കേരളത്തിൽ തെരുവിൽ സംഭവിക്കും. അത് ചെയ്യുവാൻ നമുക്കറിയാം. അത് ചെയ്തിട്ടാണെങ്കിൽ അത് ചെയ്തിട്ട് തന്നെ ഇന്ന് ഹിന്ദുവിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ തടഞ്ഞു നിർത്തുവാനുള്ള കരുത്ത് നേടുവാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 3 പ്രഖ്യാപനത്തിലൂടെ ഹിന്ദുവിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, ഹിന്ദുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷ കൊടുക്കുവാൻ ബജരംഗയുടെ മുഖമുദ്രാവാക്യമായി നിലനിൽക്കുന്ന സേവ, സുരക്ഷ, സംസ്കാരം എന്ന ആ മുഖമുദ്രാവാക്യം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഹിന്ദു സമൂഹത്തിന് സേവനം നൽകിക്കൊണ്ട്, കഷ്ടപ്പെടുന്ന ഹിന്ദു സമൂഹത്തെ കൈപ്പിടിച്ച് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട്, അവന് ജീവിതത്തിൽ സുരക്ഷിതത്വ ബോധം പകർന്നുകൊണ്ട്, അവന് ധാർമ്മികമായ വിദ്യാഭ്യാസം, സംസ്കാരം പകർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുവായി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു പഠനകളരിയിലേക്ക് ബജരംഗദൾ മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് ആലപ്പുഴയുടെ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ മണ്ണിൽ നടക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ആരാധ്യനായ ഹിന്ദുവിന്റെ സമരനായകന്റെ വാക്കുകൾ ശ്രമിക്കുവാൻ വേണ്ടിയാണ്. ആമുഖമായി ബജരംഗദളിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഹിന്ദു സമൂഹം നേരിടുന്ന കാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ചും വളരെ ചെറിയ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ പ്രതിപാദിച്ചു എന്ന് മാത്രം. വരാൻ പോകുന്ന സമര പോരാട്ടത്തിൽ ഹിന്ദുവിന് ഭയക്കേണ്ടതില്ല. കാരണം ഹിന്ദുവിന്റെ ചരിത്രം പോരാട്ടത്തിന്റെ ചരിത്രമാണ്. ഹിന്ദുവിന്റെ നാട്ടിലേക്ക് അധിനിവേശത്തിന്റെ ശക്തികൾ കടന്നു വന്ന ആ നിമിഷം മുതൽ തന്നെ അതിനെതിരെ ചെറുത്തുനിൽപ്പും ഭാരതത്തിന്റെ മണ്ണിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുവിന്റെ പാരമ്പര്യവും ചരിത്രവും പോരാട്ടത്തിന്റെ ചരിത്രമാണ്. ശൂന്യതയിൽ നിന്നൊരു സാമ്രാജ്യം സൃഷ്ടിക്കുവാൻ വേണ്ടി മറാത്തയിലെ തെരുവീതികളിൽ നിന്നും നിരക്ഷരരായ നിർധനരായ മറാത്തയിലെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട്, അവർക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം പകർന്നുകൊണ്ട്, ഒളിപ്പോരിലൂടെ ഗറില്ല യുദ്ധമുറകളിലൂടെ സമരതന്ത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്, നമ്മെ അടക്കി ഭരിക്കുവാൻ വെമ്പൽ കൊണ്ട് ഭാരതത്തിലെ തന്നെ മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും കിരാതനായ ഭരണാധികാരിയുടെ കുടവയർ പിളർന്ന് കുടൽമാല പുറത്തെടുത്ത് ഹിന്ദുവിന്റെ അഭിമാനത്തിന്റെ വിജയവൈജയന്തി ഭാരതത്തിന്റെ മണ്ണിൽ പാറിപ്പിച്ച ഛത്രപതി ശിവജിയുടെ പാരമ്പര്യമാണ് ഹിന്ദുവിന്റെ പാരമ്പര്യം. ആ ഛത്രപതി ശിവജിയുടെ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട്, ആ ഛത്രപതി ശിവയുടെ പോരാട്ട വീരത്തെ പിന്തുടർന്നുകൊണ്ട്, തിരുമുഖത്ത് വെട്ടേറ്റ് വീഴുന്ന സമയത്തും വന്ദേ മാതരമെന്നും ഭാരത് മാതാക്കി എന്നും വിളിച്ച സ്ത്രീരത്നങ്ങൾ വീരമൃത്യുമടച്ച ഭാരതത്തിന്റെ മണ്ണിൽ കാലൂന്നിക്കൊണ്ട് നമുക്ക് ജീവിച്ചേ മതിയാവും. ആ ജീവിതത്തിന്റെ പോരാട്ടത്തിൽ, ഹിന്ദുവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പടയണി ചേരുവാൻ ഈ നാട്ടിലെ എല്ലാ ഹിന്ദുത്വ അഭിമാനികളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ജയ് ശ്രീ